കോഴിക്കോട് മെഡിക്കൽ കോളേജ് ബസ് സ്റ്റോപ്പിലെ അസൗകര്യങ്ങൾ യാത്രക്കാരെ വലയ്ക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകൾ ദിവസേന വന്നുപോകുന്ന ബസ് സ്റ്റോപ്പിൽ 10 പേർക്ക് പോലും കയറി നിൽക്കാൻ സൗകര്യമില്ല. മഴയത്തും വെയിലത്തും റോഡിൽ നിരന്നു നിന്നാണ് ബസ് കാത്ത് ഇരിക്കുന്നത്. ഇത് വലിയ അപകട സാധ്യതയും സൃഷ്ടിക്കുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിന് മുന്നിലെ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിലാണ് ഞാനുള്ളത്. ഏറിയാൽ 15-20 ആളുകൾക്ക് മാത്രം കയറി നിൽക്കാൻ മാത്രം സൗകര്യമുള്ള 2 ബസ് സ്റ്റോപ്പുകൾ. ഇവിടെയാണ് ആയിരക്കണക്കിന് ആളുകൾ ബസ് ഓരോ ദിവസവും കയറി ഇറങ്ങുകയും ചെയ്തത്. മഴ പെയ്താൽ വെള്ളം മുഴുവൻ അകത്തേക്ക് വരുന്നതോടുകൂടി തന്നെ ആളുകൾക്ക് ഇവിടേക്ക് കയറി നിൽക്കാൻ പോലും സൗകര്യമില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. കൂടുതൽ സൗകര്യങ്ങളോട് കൂടിയ ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇവിടെ നിർമ്മിക്കേണ്ടതുണ്ട്. അതോടൊപ്പം തന്നെ ബസ് ബേ അടക്കമുള്ള സൗകര്യങ്ങളോട് കൂടി ബസ് നിർത്താനുള്ള സൗകര്യം കൂടി ഇവിടെ വേണമെന്നുള്ള ആവശ്യമാണ് പ്രധാനമായും ഉയർന്നത്. മെഡിക്കൽ കോളേജിലെ ആളുകൾ അടക്കം, അതോടൊപ്പം തന്നെ സ്കൂൾ വിദ്യാർത്ഥികളും, അതോടൊപ്പം തന്നെ മെഡിക്കൽ കോളേജിലുള്ള വിദ്യാർത്ഥികളടക്കം നിരവധി ആളുകളാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ഇവിടെ ഇല്ല. അതോടൊപ്പം തന്നെ ഇവിടെ ബസ് നിർത്തുമ്പോൾ ഇവിടെ മോൾ ഭാഗത്ത് കയറി നിൽക്കുന്ന ആളുകൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം. ഏതാണ്ട് 100 കണക്കിന് ആളുകൾ ഇപ്പോൾ തന്നെ ഇവിടെയുണ്ട്. ഈ ആളുകളൊക്കെ ബസ്സിൻ്റെ അടുത്തേക്ക് ഓടിയെത്തുകയും ഒക്കെ ചെയ്തുകൊണ്ടാണ് ബസ്സിലേക്ക് കയറുന്നത്. ഇത് വലിയ തരത്തിൽ അപകടങ്ങൾക്ക് വഴിവെക്കുന്നു എന്നുള്ളൊരു ആശങ്ക കൂടി ഇവർ പലപ്പോഴും പങ്കുവയ്ക്കുകയും ചെയ്തിട്ടുണ്ട്. പ്രായമായ ആളുകൾ, അതോടൊപ്പം തന്നെ കുട്ടികളടക്കമുള്ള ആളുകളാണ് ഇത്തരത്തിൽ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തിൽ സൗകര്യമില്ലാത്തത് കൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങി നിൽക്കുകയും റോഡിലൊക്കെ നിന്നുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ബസ്സിൽ കയറാനുള്ള സൗകര്യം ഒരുക്കുകയും ചെയ്തത്. ഇതാണ് ഇവിടെ പ്രധാനപ്പെട്ട കാര്യമായി ഉയർന്നു വരുന്നത്. ബസ് കാത്തിരിപ്പ് കേന്ദ്രം ഇങ്ങനെയൊക്കെ മതിയോ? ഇങ്ങനെ പോരല്ലോ, ഒരു ബസ് കേന്ദ്രം വേണം. ബസ് സ്റ്റോപ്പ് എന്തായാലും ആവശ്യമായിട്ടുള്ള ഒരു സാധനം തന്നെയാണ്. പ്രത്യേകിച്ച് മെഡിക്കൽ കോളേജ് പോലുള്ള ഒരു ഏരിയയിൽ എന്തായാലും നിർബന്ധമാണ്. ഇത്രയും ആൾക്കാർക്ക് നിൽക്കണം. പിന്നെ ഇവിടെ ഇങ്ങനെ നൈറ്റ് ഒക്കെ നിൽക്കുമ്പോൾ കാക്കയൊക്കെ ഉണ്ട് മുകളിൽ. നമ്മളൊക്കെ നീങ്ങി നിൽക്കല. അവിടെ ചെറിയൊരു ബസ് സ്റ്റോപ്പ് ഉണ്ട്. അവിടെ എല്ലാവരും കൂടി കൊള്ളാളെ. ഇവിടെ നിൽക്കുന്ന ആളെ തന്നെ കണ്ടില്ല, എന്തോ ഒരു സ്റ്റുഡൻസും. വലുതാക്കിയാൽ നന്നായിരുന്നു. നടു റോഡിൽ ബസ് നിർത്തി കഴിഞ്ഞാൽ ആളുകൾക്ക് കയറാനുള്ള സൗകര്യം പോലും ഇല്ല എന്നുള്ളത് പ്രധാനപ്പെട്ട പ്രശ്നം തന്നെ ഉയർന്നു വരികയാണ്. കുട്ടികളടക്കമുള്ള ആളുകളാണ് ഈ ബസ്സുകളെ ആശ്രയിക്കുന്നത്. പക്ഷേ ഇവിടെ സ്ഥലപരിമിതി വലിയ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നുണ്ട്. അപകട സാധ്യതയടക്കം ഉണ്ടാവുന്നു എന്നതാണ്. ഇത്തരത്തിൽ ബസ് നിർത്തുന്ന സമയത്ത് വരുന്ന ആംബുലൻസുകൾക്കടക്കം മുന്നോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നു. പ്രധാനമായും ഇതിൻ്റെ താഴ്ഭാഗത്താണ് കാഷ്വാലിറ്റി സംവിധാനം അടക്കമുള്ളത്. ആ സമയത്ത് പോലും ഇത്തരത്തിൽ ബസ് നിർത്തുന്ന സമയത്ത് ആ ആംബുലൻസുകൾക്ക് ഒന്നും താഴോട്ട് പോകാൻ കഴിയാത്ത അത്രയും ബുദ്ധിമുട്ടേറിയ ഒരു സ്ഥലം കൂടിയാണ് ഇത് എന്നുള്ളത് ഒരു വിഷയം തന്നെ ഉയർന്നു വരുന്നുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു പരിഹാരം എന്നുള്ളത് ഇവിടെ കുറേ കൂടി സൗകര്യത്തോടു കൂടി തന്നെ ബസ് കാത്തിരിപ്പ് കേന്ദ്രമോ ബസ് സ്റ്റാൻഡോ നിർമ്മിക്കുക എന്നുള്ളതാണ്. അതിനുള്ള ആവശ്യം ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയർന്നു വരികയും ചെയ്യുന്നുണ്ട്. പ്രതിഷേധ സമരങ്ങളിലേക്ക് അടക്കം പോകുന്നു എന്നുള്ളതും വസ്തുതയാണ്. ഏതായാലും ഇക്കാര്യങ്ങളിൽ പെട്ടെന്ന് തന്നെ ഒരു നടപടി ഉണ്ടാവണമെന്നുള്ള ആവശ്യം തന്നെയാണ് ഈ ബസ് കാത്തിരിപ്പ് കേന്ദ്രത്തെ ആശ്രയിക്കുന്നവർ ഉന്നയിക്കുകയും ചെയ്തത്. വീഡിയോ ജേർണലിസ്റ്റ് ചനിൽ കണ്ണനൊപ്പം റിപ്പോർട്ടർ അഭിലാഷ്, ഇൻ റിപ്പോർട്ടർ, കോഴിക്കോട്.